നമുക്കിനി ഈ ചാപ്റ്ററിലെ എക്സസൈസ് സെക്ഷൻ നോക്കാം. ആദ്യത്തെ എക്സസൈസ് ഉച്ചാരണം കുരുത. ഇവിടെ ബോക്സിൽ കുറെ വേർഡ്സ് തന്നിട്ടുണ്ട്. അത് നപുംസകലിംഗമാണ് ആ വേർഡ്സ് ഒക്കെ. അത് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുക. അതാണ് ഉച്ചാരണം കുരുത. അപ്പൊ ആദ്യത്തെ വേർഡ് നോക്കാം. ഫലം. ഫലം എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്. ഗൃഹം വീട്. പാത്രം ബൗള്. പുഷ്പം പൂവ് ഫ്ലവർ. ദ്വാരം ഡോർ. വിമാനം എയ്റോപ്ലെയിൻ. കമലം ലോട്ടസ്. പുസ്തകം ബുക്ക്. സൂത്രം ത്രെഡ്. ഛത്രം അംബർല. ഭവനം ഹൗസ്. ജലം വാട്ടർ. ഭവനം ഗൃഹം അത് രണ്ടും സെയിം ആണ്, സിനോണിംസ് ആണ്. ഗൃഹം ഭവനം വീട് എന്നാണ് അർത്ഥം. അപ്പൊ ഇതിൽ മിക്ക വേർഡ്സും നമ്മൾ മലയാളത്തിലുള്ള പോലെ തന്നെയാണ്. ഇപ്പൊ പാത്രം, അതുപോലെ ഫലം, പുഷ്പം, അതൊക്കെ നമ്മൾ മലയാളത്തിലും പറയുന്നുണ്ട്. പുസ്തകം കമലം ഒക്കെ നമ്മൾ കൂടുതലും മലയാളം വേർഡ്സ് ആയിട്ട് ഈ സാൻസ്ക്രിറ്റ് വേർഡ് സിമിലർ ആണ്. അപ്പൊ നമുക്ക് അങ്ങനെ ഓർത്തു വെക്കാം. ഇനി അടുത്ത എക്സസൈസ് നോക്കാം. ചിത്രാണി ദൃഷ്ടുവ പദാനി ഉച്ചാരയത. ഇവിടെ കുറെ ഫോട്ടോസ് തന്നിട്ടുണ്ട്. അതിനടിയിൽ അതിന്റെ വേർഡ്സും തന്നിട്ടുണ്ട്. അത് നമ്മൾ പ്രൊനൗൺസ് ചെയ്യാം. അപ്പൊ ആദ്യത്തെ ഒരു ലീഫാണ്. ലീഫിന് സാൻസ്ക്രിറ്റിൽ പർണം, പർണം എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ഒരു ടോയ് ക്രീഡനകം. മൂന്നാമത്തെ നാരികേലം, അതായത് കോക്കനട്ട്. നാലാമത്തെ കമ്പ്യൂട്ടർ ആണ് സംഗണകം. അഞ്ചാമത്തെ വിൻഡോയാണ്. വിൻഡോയിന് വാതായനം. ആറാമത്തെ സ്റ്റെപ്പാണ് സോപാനം. ഇത് ഒരു ഗാർഡൻ ഉദ്യാനം. ഒരു കണ്ണാടി സ്പെക്സ് ഉപനേത്രം. കോമ്പിന് കങ്കതം. അപ്പൊ ആദ്യത്തെ പർണം, ടോയിന് ക്രീഡനകം, കോക്കനട്ട് നാരികേലം, കമ്പ്യൂട്ടർ സംഗണകം, വിൻഡോ വാതായനം, സ്റ്റെപ്പ് സോപാനം, ഗാർഡൻ ഉദ്യാനം, സ്പെക്സ് ഉപനേത്രം, കോമ്പ് കങ്കതം. അപ്പൊ നപുംസകലിംഗം വേർഡ്സ് നമ്മൾ എങ്ങനെയാ പഠിച്ചത്? എൻഡിങ് വരുന്നത് മ എന്നായിരിക്കും. പർണം, ക്രീഡനകം, നാരികേലം, സോപാനം. നേരത്തെ ഇവിടെ ഫലം, ഗൃഹം, പാത്രം, പുഷ്പം അങ്ങനെ പഠിച്ചിരുന്നു. അപ്പൊ മ എന്ന് എൻഡ് ചെയ്യണതൊക്കെ നപുംസകലിംഗമായിട്ടാണ് സാൻസ്ക്രിറ്റിൽ എടുക്കുന്നത്. ആ എന്ന് എൻഡ് ചെയ്യുന്നത് സ്ത്രീലിംഗം, അഹ എന്ന് എൻഡ് ചെയ്യുന്നത് പുല്ലിംഗം. അത് നമ്മൾ ഓർത്തു വെക്കണം. അടുത്ത എക്സസൈസ് നോക്കാം. വർണ്ണം സംയോജനം കൃത്വ പദം കോഷ്ടകേ ലിഖത. ഇവിടെ കുറെ വേർഡ്സിന്റെ സ്പ്ലിറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മൾ പുല്ലിംഗം സ്ത്രീലിംഗം ആ ചാപ്റ്റർ പഠിക്കുമ്പോൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്പ്ലിറ്റ് ചെയ്ത് തന്നേക്കുന്ന അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്തിട്ട് വാക്കാക്കിയിട്ട് ബോക്സിൽ എഴുതണം. അതാണ് ഈ എക്സസൈസ്. അപ്പൊ ഞാൻ എങ്ങനെ എഴുതാമെന്ന് നിങ്ങൾക്ക് ബോർഡിൽ എഴുതി കാണിച്ചു തരാം. അപ്പൊ നമുക്ക് നോക്കാം ഈ തന്നേക്കണ അക്ഷരങ്ങൾ എങ്ങനെ ഒറ്റ വേർഡാക്കി എഴുതാമെന്ന്. അപ്പൊ ഇവിടെ കുറെ കൺസോണൻസും ഉണ്ട് വവൽസും ഉണ്ട്. അപ്പൊ ഒരു ഫുൾ കൺസോണന്റ് ആക്കണമെങ്കിൽ അതിൻ്റെ ഒപ്പം ഇവിടെ ഹാഫ് ആണ് തന്നേക്കണേ. ഇപ്പൊ അതിനൊപ്പം ഒരു വവൽ വന്നാലേ നമുക്ക് അതൊരു ഫുൾ കൺസോണന്റ് ആയിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഒരു എക്സാമ്പിൾ ഇവിടെ വന്നിട്ടുണ്ട്. പ പ്ലസ് ആ, ര പ്ലസ് ന, ആ പ്ലസ് മ. അപ്പൊ നമ്മൾ ആദ്യം ഒരു കൺസോണന്റും ഒരു വവലാക്കി എടുക്കാം. പ പ്ലസ് ആ എന്ന് പറഞ്ഞാൽ പ. ര പ്ലസ് ന പ്ലസ് ആ. ഇവിടെ രന്റെ ഹാഫും ഉള്ളൂ, ന്റെ ഹാഫും ഉള്ളൂ. അപ്പൊ ന എന്ന് എഴുതണം. എന്നിട്ട് ഈ രാ ഈ നായുടെ മുകളിൽ എഴുതണം. ഇങ്ങനെ വേണം എഴുതാൻ. അത് കഴിഞ്ഞിട്ട് ആ വരുമ്പോഴാണ് ന ഫുൾ വരുന്നത്. ന പ്ലസ് ആ ന. ര എന്നുള്ളത് നായുടെ മുകളിൽ എഴുതണം. അവസാനം പർണം എന്ന് പറഞ്ഞാൽ ലീഫ്. അടുത്തത് ഗ പ്ലസ് ആ ഗ. ന പ്ലസ് ഇ നി. ത പ്ലസ് ര പ്ലസ് ആ. ത പ്ലസ് ര എന്ന് പറഞ്ഞാൽ ത്ര എന്ന അക്ഷരമാണ്. അപ്പൊ ത്ര. ത പ്ലസ് ര പ്ലസ് ആ ത്ര. എന്നിട്ട് ലാസ്റ്റ് മ ഗണിത്രം ഡിഗ്ഗിങ് ആക്സ്. ത ര ചേർന്ന ത്ര അല്ലെങ്കിൽ ത്ര എന്ന് വരുള്ളൂ. അടുത്തത് പ പ്ലസ് ഉ പു. ര പ്ലസ് ആ രാ. ന പ്ലസ് ആ ന. ന പ്ലസ് ഇ നി. പുരാണാനി ഓൾഡ്.
അടുത്തത് പ പ്ലസ് ഒ പോ. ഷ പ്ലസ് അ ഷ. ക പ്ലസ് ആ ക. ന പ്ലസ് ഇ നി. പോഷകാനി പ്രോട്ടീൻ. ലാസ്റ്റ് വൺ ക പ്ലസ് ആ ക. ങ പ്ലസ് ക പ്ലസ് ആ. രണ്ട് വവൽ, രണ്ട് കൺസോണൻസ് ഉണ്ട്. അപ്പോ ഇങ്ങനെ എഴുതണം. ങ ത പ്ലസ് ആ പ്ലസ് മ. ത പ്ലസ് ആയാണ് ത. അവസാനം മ. കങ്കതം ബാങ്കിൾ. അപ്പൊ ഇങ്ങനെ വേണം ഈ തന്നിക്കണ അക്ഷരങ്ങള് ഒറ്റ വേർഡാക്കി എഴുതാൻ. അടുത്ത എക്സസൈസ് നോക്കാം. അധോലിഖിതാനാം പദാനാം വർണ്ണവിച്ഛേദം കുരുത. ഇവിടെ കുറെ വേർഡ്സ് തന്നിട്ടുണ്ട്. അത് ഈ വേർഡ്സ് നമ്മൾ ഓരോ അക്ഷരങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. നമ്മൾ നേരത്തെ കുറെ അക്ഷരങ്ങൾ സ്പ്ലിറ്റ് ആയി തന്നിട്ടുണ്ട്. അത് നമ്മൾ ഒറ്റ വേർഡാക്കി എഴുതണം. ഇവിടെ വേർഡ്സ് തന്നിട്ടുണ്ട്. അത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. അതും ഞാൻ നിങ്ങൾക്ക് ബോർഡിൽ എഴുതി കാണിച്ചുതരാം. അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആവും. ഇങ്ങനെ പറയുന്നതിനെക്കാട്ടി ബെറ്റർ നിങ്ങൾക്ക് ഞാൻ ബോർഡിൽ എഴുതി കാണിക്കുമ്പോൾ മനസ്സിലാവും. ഈ എക്സസൈസിൽ വേർഡ്സ് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ അക്ഷരങ്ങളാക്കി എഴുതണം. അപ്പൊ പുസ്തകം. അപ്പൊ പു എന്ന് പറഞ്ഞാൽ എന്താ? പ പ്ലസ് ഉ. സ്ത എന്ന് പറഞ്ഞ സ പ്ലസ് ത പ്ലസ് അ സ്ത. ക എന്ന് പറഞ്ഞ ക പ്ലസ് ആ. എന്നിട്ട് ഈ ലാസ്റ്റ് മ. പുസ്തകം. അടുത്തത് ഭിത്തികം. ബി എന്ന് പറഞ്ഞ ബ പ്ലസ് ഇ. ഇവിടെ രണ്ട് തായുണ്ട്. അപ്പൊ ത പ്ലസ് ത പ്ലസ് ഇ. ക ക പ്ലസ് ആ. ലാസ്റ്റ് മ. ഭിത്തികം. മൂന്നാമത്തെ നൂതനാനി. നൂ എന്ന് പറഞ്ഞ ന പ്ലസ് ഉ. ത എന്ന് പറഞ്ഞ ത പ്ലസ് ആ. ന എന്ന് പറഞ്ഞ ന പ്ലസ് ആ. ലാസ്റ്റ് വൺ നി. ന പ്ലസ് ഇ. നൂതനാനി. അടുത്ത വേർഡ് വാതായനം. അപ്പൊ വാ എന്ന് പറഞ്ഞ വ പ്ലസ് ആ വാ. ത ത പ്ലസ് ആ. യ യ പ്ലസ് ആ. ന പ്ലസ് ആ. അവസാനം മ. വാതായനം. ലാസ്റ്റ് വൺ ഉപനേത്രം. ഓ അത് അതുപോലെ എഴുതാം. അത് വവ്വലായതുകൊണ്ട്. അടുത്തത് പ. പ പ്ലസ് ആ. അടുത്തത് നെ. ന പ്ലസ് എ. പിന്നെ ത്ര. ത്ര എന്നത് ഞാൻ പറഞ്ഞിരുന്നു. ത പ്ലസ് ര പ്ലസ് ആ. അതാണ് ത്ര. അപ്പോ ത പ്ലസ് ര പ്ലസ് ആ. ത്ര. എന്നിട്ട് മ. ഉപനേത്രം. ഇങ്ങനെ വേണം എഴുതാൻ.